ഹാരിസ് ബീരാൻ സാഹിബിന് ഒരു വലിയ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, മർഹൂം ബി പോക്കർ സാഹിബ്, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ഇബ്രാഹിം സുലൈമാൻ സാഹിബ്, CH മുഹമ്മദ് വാല സാഹിബ്, GM ബനാത്ത് വാല സാഹിബ് തുടങ്ങിയ പ്രഗത്ഭരുടെ ശ്രേണിയിലേക്കാണ്, അവർ കടന്നുപോയ വഴിയിലേക്കാണ് അദ്ദേഹം നിയുക്തനായിട്ടുള്ളത്. പരമകാരുണികനായ ജഗന്യന്താവായ അള്ളാഹു അദ്ദേഹത്തിന് തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിക്കാനുള്ള കഴിവുകളും കരുത്തും നൽകി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിയമനിർമ്മാണ സഭകളുടെ പവിത്രത വല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹാരിസ് ബീരാൻ സാഹിബിനെ പോലുള്ള നിയമപണ്ഡിതന്മാർ അവിടെ അത്യാവശ്യമായിട്ടുള്ളത്. മുസ്ലിം ലീഗ് നേതൃത്വം എടുത്ത ഈ തീരുമാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി വക്താവ് എന്ന നിലക്ക് തന്നെ ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഹാരിസ് ബീരാൻ സാഹിബിനെ അദ്ദേഹത്തിൻ്റെ പിതാവുമായി നേരിട്ട് പരിചയമുണ്ട്. അദ്ദേഹത്തെ പറ്റി പഠിക്കാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ കണ്ട, ഡൽഹിയിലും ഞാൻ ഉണ്ടാവാറുണ്ട്, മികച്ച ഗുണം സമുദായത്തെ എല്ലാ ഭിന്നതകൾക്കും അതീതമായി മൊത്തത്തിൽ ഒന്നായി കാണാനുള്ള അപാരമായ വിശാല വീക്ഷണം അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണങ്ങൾ എല്ലാ ഭിന്നാഭിപ്രായങ്ങൾക്കും അപ്പുറം സമുദായ താല്പര്യം എന്ന പോയിന്റിൽ പലപ്പോഴും ലഭ്യമായിട്ടുണ്ട്. ഇവിടെ ആരോ അനുസ്മരിച്ചതുപോലെ മീഡിയ 1 പ്രശ്നത്തിലും അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണങ്ങൾ വളരെ പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ നന്ദിപൂർവ്വം ഇവിടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതിൻ്റെ എല്ലാ പോഷക സംഘടനകളുടെയും അനുമോദനങ്ങൾ വിനയപൂർവ്വം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു, പ്രിയങ്കരനായ ഹാരിസ് ബീരാൻ സാഹിബിന് വലിയ വലിയ സമുദായത്തിന് ഏറെ ഉപകാരപ്പെടുന്ന ചരിത്രങ്ങൾ സൃഷ്ടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.